എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ശ്രീ ടെക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ സ്റ്റോക്കാണ്. ഇതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 65 രൂപയാണ്. സോ ഇതൊരു ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അതിനുശേഷം ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അതിനുശേഷം ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി വീണ്ടും തിരിച്ച് മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് തിരിച്ച് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. സോ ഇതൊരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ നിന്ന് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ നിന്ന് വന്ന് ഏകദേശം ഒരു നല്ലൊരു പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, ഒരു 10% അടുത്ത് തന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും തിരിച്ച് മാർക്കറ്റ് വീണ്ടും ആ ഒരു OBയിലേക്ക്, എക്സ്ട്രീം ലെവലിലുള്ള OBയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ ശ്രീ ടെക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് പട്ടേൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു NSEയുടെ ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 54 രൂപ 67 പൈസയാണ്. ഇതും സെയിം ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയ ശേഷം മാർക്കറ്റ് തിരിച്ച് ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നൊരു ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി തിരിച്ച് ആ ഒരു OBയിലേക്ക് മാർക്കറ്റ് വന്ന് മേലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് നല്ലൊരു വലിയൊരു ഓർഡർ ബ്ലോക്ക് തന്നെയാണ്. സോ നമ്മളിതിൻ്റെ 50% ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഈ ഒരു 50%ലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് കയറുമെന്ന് വിചാരിച്ചു. പക്ഷേ മാർക്കറ്റ് വീണ്ടും താഴേക്ക് ഇറങ്ങി ഈ എക്സ്ട്രീം ലെവലിലുള്ള ആ ഒരു രീതിയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് അവിടെ നിന്ന് കയറുന്നുണ്ട്. ലാസ്റ്റ് ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7% ഒരു റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇനി മുകളിലേക്ക് കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പട്ടേൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നൊരു സ്റ്റോക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്കാണ്. ഓൾറെഡി ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെയുള്ളത് ടേക്ക് ചെയ്തു. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ലിക്വിഡിറ്റി ടേക്ക് ചെയ്തു. ദെൻ ഈ ഒരു ലിക്വിഡിറ്റിയും ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ലിക്വിഡിറ്റീസ് ഏറെക്കുറെ ടേക്ക് ചെയ്തിട്ടാണ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിരിക്കുന്നത്. തിരിച്ച് വീണ്ടും മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ഉള്ളിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. സോ ഇവിടെ നിന്ന് തിരിച്ച് ഈ ഒരു OBയിലേക്ക്, ഇനി ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ പോലും മാർക്കറ്റ് ഈ ഒരു OBയിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്കൊരു 10% അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ട്രെൻഡ് ആണെങ്കിലും കയറിപ്പോകും, ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഈ ഒരു OBയിലേക്ക് വന്നിട്ട് താഴെ വീഴുകയാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഒരു എൻട്രി ഇടുകയാണെന്നുണ്ടെങ്കിൽ 10% അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സിന്ധു ട്രേഡ് ലിങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. NSEയുടെ ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 21 രൂപ 18 പൈസയാണ്. ഇതിൻ്റെ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇന്നൊരു ഡൗൺ വന്നിട്ടുണ്ട്. പക്ഷേ 2 ദിവസം മുമ്പ് ഒരു 15% അല്ലെങ്കിൽ ഒരു 20% മുകളിലേക്ക് കയറിയിട്ടാണ് മാർക്കറ്റ് തിരിച്ചിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 4 അവർ ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയ ശേഷം തിരിച്ച് ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വരുന്നുണ്ട്. മേ ബി ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്നിട്ട് മാർക്കറ്റ് കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ സിന്ധു ട്രേഡ് ലിങ്ക് എന്ന് പറയുന്ന ഒരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓൾറെഡി മാർക്കറ്റ് നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഈ ഒരു ലിക്വിഡിറ്റി മൊത്തം ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലോങ് ടേമിൽ നോക്കുന്ന സമയത്ത് എല്ലാം നല്ല സ്റ്റോക്കുകൾ തന്നെയാണ്. ഇപ്പോൾ ഒരു ഓഗസ്റ്റ് മന്ത് എന്ന് പറയുന്നത് കൂടുതലും ഒരു ഡൗൺ ട്രെൻഡ് എന്ന രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്, ഏറെക്കുറെ സ്റ്റോക്കുകളെല്ലാം. സോ നമുക്ക് ഓൾറെഡി ഒരു പ്രീമിയത്തിൽ എത്തി നിൽക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് വാങ്ങുന്നതിനേക്കാളും അത് ഒരുപാട് റിസ്ക് കൂടുതലാണ്. പ്രീമിയത്തിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ വാങ്ങുന്നത് റിസ്ക് കൂടുതലാണ്. നമ്മൾ 50% താഴെ, അതായത് ഡൗണിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ, ഡിസ്കൗണ്ട് പ്രൈസിൽ വന്ന സ്റ്റോക്കുകൾ മാത്രമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിലും ഈ പറയുന്നത് പോലെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറോ ചേഞ്ച് ഓഫ് ക്യാരക്ടറോ നൽകിയിട്ട് തിരിച്ച് റിട്ടേൺ വരികയോ അല്ലെങ്കിൽ കയറുന്ന സ്റ്റോക്കുകൾ മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ആഴ്ചയിൽ നമുക്ക് ഏകദേശം ഒരു 3 സ്റ്റോക്ക് മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. ഓക്കെ, ആ 3 സ്റ്റോക്കുകൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. 10% റിട്ടേൺ എത്രയാണെന്നുള്ളത് നൽകിയിട്ടുണ്ട്. സോ ഒരു ആവറേജ് എന്ന രീതിയിൽ ഒരു 10% അച്ചീവ് ചെയ്യാൻ നോക്കുക. ഒരിക്കലും ലോങ് ടേമിലേക്ക് നല്ലതാണ്. പക്ഷേ നമ്മുടെ പ്രൈസ് ആക്ഷൻ വെച്ച് നമുക്കൊരു 10% അച്ചീവബിളാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, പെർസെൻറ്റേജ് വൈസ് എടുക്കാൻ നോക്കുക. ഏതൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ പോലും താഴേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ചെയ്യുക. ഓക്കെ, ആവറേജ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ മോർ ദാൻ 10% അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. Thank you.